അതീവ സുന്ദരമായ പൂവത്തോട് സെയിൻറ്റ് തോമസ് ദേവാലയത്തിൻ്റെ കൂദാശ കർമ്മത്തിലാണ് നമ്മൾ. ഈ ദേവാലയം ഇതുപോലെ പുത്തനായിട്ട് പണിയാൻ സാധിച്ചത് ദൈവത്തിൻ്റെ അനന്തമായ കൃപ കൊണ്ടാണ് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുകയാണ്. ആഡംബരങ്ങൾ ഒന്നുമില്ലാതെ ആഢ്യതയും കുലീനത്വവും കൊണ്ട് പണിയപ്പെട്ട പള്ളിയാണിത്. അധികപ്പറ്റായിട്ട് ഇതിലൊന്നുമില്ല. വേണ്ടപ്പെട്ടതെല്ലാം നല്ലതുപോലെ ചേർത്തിട്ടുമുണ്ട്. 325 കുടുംബങ്ങൾ പാർക്കുന്ന ഒരു ദേശമാണിത്. പൂവത്തോട് നല്ല കാർഷിക ഭൂമിയാണ്. നസ്രാണി പെരുമയുള്ള സ്ഥലം എന്നാണ് ഇതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മീനച്ചിലാറിൻ്റെ തെക്കേക്കരയാണ്. വടക്കൂറുള്ള മണ്ണാണ്. 1000 ആണ്ട് മുതൽ ഭരണജ്ഞാനം ദേവാലയവുമായിട്ട് നല്ല ഹൃദ്യമായ ബന്ധം കാത്തുസൂക്ഷിച്ച ദേശവാസികളാണ് ഇവിടെയുള്ളത്. ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിയിൽ അൽമായരുടെ സാന്നിധ്യം എക്കാലവും ഉണ്ടായിരുന്നു. അൽമായ പ്രേക്ഷിതനായ ദൈവദാസൻ എടത്തുവ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ്റെ സാന്നിധ്യവും ഇടപെടലും ഈ ദേവാലയ നിർമ്മിതിയിൽ ആദ്യകാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ഈ ദേശത്തെ വളരെയേറെ സ്നേഹിക്കുന്ന ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളും ഇവിടെയുണ്ട്. പുലിക്കുന്നേൽ ചെറിയത് ചേട്ടനും അതുപോലെ പുലിക്കുന്നേൽ മിഖായേൽ യൗസേപ്പ് സ്കറിയ കത്തനാരുമൊക്കെ ഈ ദേവാലയത്തിന് വേണ്ടി സ്ഥലം നൽകുകയും ഇവിടുത്തെ ശുശ്രൂഷകളിൽ വളരെയേറെ പങ്ക് കൊള്ളുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ചെറിയത് ചേട്ടനും സ്കറിയ കത്തനാരും. ഇവിടെ ദേവാലയത്തിൻ്റെ പുനർനിർമ്മിതിയിൽ ഏറ്റവും നന്നായിട്ട് സഹകരിച്ച എല്ലാവരെയും ബഹുമാനപ്പെട്ട വികാരിച്ചന് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിച്ച് സമർപ്പിച്ചു. വലിയൊരു കൂട്ടായ്മയുടെ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ദേവാലയം പണിത് ഉയർത്തപ്പെട്ടത്. പലതവണ ഞാനിവിടെ ഇത് കാണാൻ വരികയും ഇതിൻ്റെ പണികൾ ശ്രദ്ധിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആരാധനാക്രമ വത്സരത്തിൽ എലിയ സ്ലീവ മോശെ കാലത്താണ്, 1-ാം ഞായറിലാണ് സ്ലീവായെക്കുറിച്ചും എലിയായെക്കുറിച്ചും മോശയെക്കുറിച്ചുമെല്ലാം കൂടുതലായിട്ട് ഓർക്കുന്ന ആഴ്ചകളാണ്. അവർ നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന മലയിൽ, രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ ഈ വ്യക്തികളെല്ലാം കർത്താവ് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത കാര്യവും നമുക്ക് അറിവുള്ളതാണ്. അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം നമുക്ക് നമ്മുടെ രൂപതയ്ക്ക് തന്നെ വലിയൊരു അസറ്റാണ്. വളരെ ഞാനിവിടെ വന്നപ്പോഴും വിചാരിച്ചതിനോടുമെല്ലാം ഇടയ്ക്ക് എല്ലാം സംസാരിച്ചിട്ട് കൊണ്ടാണ് ഇരുന്നത്. നമ്മളുടെ പൗരസ്ത്യ ശ്രീയാനി ദേവാലയ ഘടന ഏറ്റവും നന്നായിട്ട് വിശ്വസ്തയോടുകൂടി ചേർത്ത് പണിത ഒരു പള്ളിയാണിത്. അതിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ തിരുസ്വരൂപങ്ങൾ ഏറെ ഉപയോഗിക്കുന്ന കീഴ്വഴക്കം നമുക്കില്ല. സ്ലിവായും ഐക്കണുകളുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദേവാലയത്തിൻ്റെ
കിഴക്കേ ഭിത്തിയിൽ ഉത്ഥാനം ചെയ്ത ഈശോയുടെ ശ്ലീവ ഏറ്റവും മനോഹരമായിട്ട് നൽകിയിരിക്കുന്നു എന്നത് ഈ പള്ളി ഏത് സഭയുടേതാണെന്ന് ഒറ്റനോട്ടത്തിൽ വെളിച്ചത്ത് കൊണ്ടുവരുന്ന കാര്യമാണ്. അതിനു മുകളിലായി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യനും നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. സഭയുടെ ചരിത്രത്തോടും സുറിയാനി പൈതൃകത്തോടും താല്പര്യമുള്ള ഒരു പറ്റം ആളുകളാണ് ഇവിടെയുള്ളത്. സഭാ വിജ്ഞാനീയത്തിലും നമ്മളുടെ സഭയുടെ ചരിത്രത്തിലും നമ്മളുടെ സഭയുടെ ദൈവാരാധനയിലും കൂടുതൽ ആഴങ്ങൾ നമ്മൾ സ്വന്തമാക്കിയപ്പോൾ ദേവാലയ നിർമ്മിതിയിലും ദേവാലയ ഘടനയിലും അതെല്ലാം കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. കിഴക്ക് പടിഞ്ഞാറായിട്ട് ദേവാലയങ്ങൾ പണിയുന്നത് നമ്മളുടെ പുരാതനമായ പൈതൃകമാണ്. കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥനയ്ക്ക് നമ്മളെ ഇരുത്തുന്നതും അങ്ങനെ ആയിരുന്നല്ലോ. ഈ ദേവാലയത്തിൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്ത് രക്തസാക്ഷികളുടെ വീട് ബേസ് സഹദേ എന്ന് പറയുന്ന ഭവനമാണ്. അത് പുരാതനമായ പള്ളികളിലെല്ലാം നമ്മൾ രക്തസാക്ഷികളുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നുണ്ട്. മർത്തീറിയോൺ എന്നും അതേക്കുറിച്ച് ദൈവശാസ്ത്ര ഭാഷയിൽ പറയും. ബേസ് സഹദേ, സഹദേന്മാരുടെ വീട് എന്നാണ് അതിന് അർത്ഥം. ഇവിടെ എൻ്റെ ഇടതുവശത്തായിട്ട് ബേസ് മാമോദീസ തൊട്ടി മനോഹരമായ കല്ലിൽ തീർത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. അവിടെ സൈറ്റ് അല്ലെങ്കിൽ വിശുദ്ധ തൈലം പൂജ്യമായി സൂക്ഷിക്കാനുള്ള പേടകവും ക്രമീകരിച്ചിട്ടുണ്ട്. ദേവാലയ മധുബഹാവിരി, ബേസ് ഗസാകൾ ഇതെല്ലാം ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ, മനോഹരമായ രീതിയിൽ ലിറ്റർജിക്കലായിട്ട് ചെയ്തിരിക്കുന്നു. ഹൈക്കല വിശ്വാസികൾ നിൽക്കുന്ന ഭാഗം, ബേമ്മായുടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം, അതെല്ലാം നമ്മളുടെ സഭയുടെ ചരിത്രവും പാരമ്പര്യവും ദൈവാരാധനയുടെ ഒരു ക്ലാസ് കൊടുക്കുന്നത് പോലെയാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇതിനകത്തെ ബിയാസാക്ര ക്രമപ്പെടുത്തിയിരിക്കുന്നത്. മധുബഹായുടെ കവാടത്തിൽ മർത്തോമ ശ്ലീഹായുടെയും മർത്തുമറിയത്തിൻ്റെയും ഐക്കൺസ് നിങ്ങൾക്ക് കാണാം. നസ്രാണികളായ നമ്മൾ ഈശോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മർത്തുമറിയത്തെയും ശ്ലീഹായെയുമാണ്, തോമാ ശ്ലീഹായെയും ആണല്ലോ. പള്ളിയുടെ പുറത്ത് സങ്കീർത്തിയുടെ പിന്നിൽ മർത്തോമാ ശ്ലീഹായുടെ വലിയൊരു ചിത്രവും സ്ഥാപിച്ചിട്ടുണ്ട്. മുൻപിൽ കൊടിമരം, കൽക്കുരിശ്, മനോഹരമായ കവാടം, അതെല്ലാം നമ്മുടെ വലിയ പിതാവ് വെഞ്ചരിച്ച് പിതാവ് തുറന്ന ആനവാതിലിലൂടെയാണ് നമ്മൾ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതും തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചതുമെല്ലാം. ഒരു ശംശാന തിരുപ്പട്ടം, അദ്ദേഹത്തിൻ്റെ പട്ടം സ്വീകരിക്കുമ്പോൾ 2 കക്രാകളാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ച് ഉറപ്പിക്കാറുണ്ട്. മാമോദീസ പരികർമ്മം ചെയ്യാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുമാണ് പ്രധാനമായിട്ടും ആ കക്രാകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു കശീശ, ഒരച്ഛൻ മേലധ്യക്ഷനാകുമ്പോൾ 2 കക്രാകൾ കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നുവെന്ന് പരിശുദ്ധ പിതാക്കന്മാർ പറയാറുണ്ട്. ഒന്ന് പൗരോഹിത്യ കൈവെപ്പ് നൽകാനായിട്ട്, 2 സൈത്ത് അല്ലെങ്കിൽ വിശുദ്ധ തൈലം ഉപയോഗിച്ച് ബലിപീഠം കൂദാശ ചെയ്യാനായിട്ട്. ആ കക്രാകളാണ് നമ്മൾ ഇവിടെ ദൈവനാമത്തിൽ പരികർമ്മം ചെയ്യുന്നത്. ദേവാലയ കൂദാശകളും പ്രാർത്ഥനകളും എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ വെഞ്ചരിപ്പിൻ്റെ കൂദാശകർമ്മത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതേ ഉള്ളൂ. അത് പരിശുദ്ധ കുർബാനയിലെ അനാഫ്രായിലെ ഗഹന്ത പ്രാർത്ഥനകൾ പോലെയാണ്. കാർമ്മികൻ മാത്രമാണ് ദീർഘമായ
ആ പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. മറ്റുള്ള എല്ലാവരും ഹൃദയത്തിൽ നിശബ്ദത പാലിച്ച് അതിൽ പങ്കുചേരുകയാണ്. അതിമനോഹരമായ പ്രാർത്ഥനകളാണ്. പുരാതന സഭയിലെ പിതാക്കന്മാരും മരുഭൂമിയിൽ ജീവിതം നയിച്ചവരുമായ പിതാക്കന്മാർ എഴുതിയ പ്രാർത്ഥനകളാണ് കൈമാറ്റം ചെയ്ത് ദേവാലയ കൂദാശയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വിശുദ്ധ തൈലം കൊണ്ട് ഈ ബലിപീഠം കൂദാശ ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഭവനമായിട്ട് മാറുന്നു. ഈ ദേവാലയത്തിൻ്റെ കേന്ദ്രഭാഗം മധുബഹായാണ്. അതുകൊണ്ടാണ് മധുബഹായിൽ നമ്മളുടെ സഭയുടെ വിശിഷ്ട പാരമ്പര്യങ്ങൾ എല്ലാം ചേർത്ത് നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നത്. അവസാനമായിട്ട് ഇന്നത്തെ നമ്മൾ വായിച്ച സുവിശേഷത്തെക്കുറിച്ചുകൂടെ ഒരു വാക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ദേവാലയ ഉദാശിയിൽ വായിക്കുന്ന ഭാഗം ഈശോ ജെറൂസലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന തിരുവചനമാണ്. ഇന്ന് അല്പം സമയ പരിമിതിയുള്ളതുകൊണ്ട് ഞാൻ ഏതാനും നിമിഷങ്ങളെടുത്തത് അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ പുത്തൻ ടെമ്പിളാക്കി മാറ്റുകയാണ്. യെശയ്ക്കീലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 18-19 സങ്കടകരമായ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ മഹത്വം ആലയത്തിൻ്റെ പടിവാതിക്കൽ നിന്ന് പുറപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. ദേവാലയം മോശമാകുമ്പോഴാണ്, ദേവാലയത്തിൽ കറപ്ഷൻ ഉള്ളപ്പോഴാണ് കർത്താവിൻ്റെ മഹത്വം ഷെക്കീന ദേവാലയം വിട്ട് പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ പ്രവാചകൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി പിന്നീട് പറയുന്നുണ്ട്, ദേവാലയം വിട്ടുപോയ ഷെക്കീന കിഴക്കേ പടിപ്പുരയിലേക്ക് വീണ്ടും കയറി വന്നു എന്ന്. ദേവാലയത്തിൻ്റെ മഹത്വം ഷെക്കീനയാണ്, ദൈവത്തിൻ്റെ മഹത്വമാണ്. നമ്മൾ ഈശോയുടെ വരവോടുകൂടി പണിയുന്ന ദേവാലയത്തിൻ്റെ മഹത്വം ഈശോയാണ്. അതുകൊണ്ട് ജെറൂസലേം ദേവാലയത്തിൽ ഈശോ നടത്തിയ ക്ലീനിങ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നടക്കേണ്ട കാര്യമാണ്. ശുദ്ധീകരിക്കപ്പെടേണ്ട ദേവാലയം ആത്യന്തികമായിട്ട് നാം ഓരോരുത്തരും ആണ്. ദേവാലയ ശുദ്ധീകരണ കർമ്മത്തിൽ കർത്താവ് വളരെ കാർക്കശ്യത്തോടുകൂടി ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. നഷ്ടപ്പെട്ട ജെറൂസലേം ദേവാലയത്തിൻ്റെ മഹത്വം റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള പരിശ്രമമാണത്. കാനായിലും ജെറൂസലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിലും റീപ്ലേസ്മെൻ്റാണ് നടക്കുന്നത് എന്ന് വേദശാസ്ത്രികൾ സമർത്ഥിച്ചിട്ടുണ്ട്. പഴയതിനെ മാറ്റി പുതിയതിനെ സ്ഥാപിക്കുകയാണ്. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ പഴയ നിയമത്തിൻ്റെ സ്ഥാനത്ത് പുതിയ നിയമം ഈശോയെ തന്നെ സ്ഥാപിക്കുകയാണ്. ദേവാലയത്തിലെ മാർക്കറ്റിംഗ് ടെൻഡൻസീസ് എല്ലാം എടുത്തു കളഞ്ഞപ്പോൾ ഈശോയെ തന്നെ അവിടെ സ്ഥാപിക്കുകയാണ്. ഇത് രണ്ടും ഉത്ഥാനം ചെയ്ത ഈശോയുടെ മുൻകുറികളായിട്ട് സുവിശേഷകൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദേവാലയ ശുദ്ധീകരണം, നമ്മളൊരു പുത്തൻ പള്ളി പണിയുമ്പോൾ ആ തിരുവചന ഭാഗം വായിക്കുന്നതിൽ വലിയ അർത്ഥവും അർത്ഥാന്തരങ്ങളുമുണ്ട് എന്ന് നമുക്കറിയാം. ദേവാലയത്തെ സ്വർഗവും ഭൂമിയുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്ന അടിസ്ഥാനപരമായ കാര്യമാണ്. ജെറൂസലേം ദേവാലയത്തിൽ നടന്നത് ഒരു ഹൗസ് ക്ലീനിങ് ആണ്. വീട് അടിച്ച് വാരലായിരുന്നു. ഒരു വലിയ വേദശാസ്ത്രി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ കുറിച്ചു, അവിടെ കർത്താവ് സ്വരുക്കൂട്ടിയ ചാട്ട വലിയ ശക്തിയുള്ള നൂലുകൊണ്ടായിരുന്നു. ചാട്ടയൊക്കെ നമുക്ക് നല്ല
പരിചയമുള്ള സ്ഥലമാണിത്. കണ്ടവും കാളയും കലപ്പയും ചാട്ടയും ഒക്കെ കണ്ട് ജീവിച്ചവരാണ് നമ്മളെല്ലാം. കർത്താവ് ഒരുക്കിയ ചാട്ട 10 കൽപ്പനകൾ കൂട്ടിക്കെട്ടിയ ചാട്ടയാണ് എന്ന് പണ്ഡിതന്മാർ സമർത്ഥിച്ചിട്ടുണ്ട്. 10 കൽപ്പനകൾ കൊണ്ട് ഈശോ ഇന്ന്, ആ ചാട്ട കൊണ്ട് ഈശോ നമ്മെ ഇന്ന് അടിക്കുകയാണെങ്കിൽ എത്ര കൽപ്പനകൾ ലംഘിച്ചതിൻ്റെ അടികൾ നമ്മൾ ഏൽക്കേണ്ടി വരും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ ദേവാലയ ഉദാശയിൽ നമ്മൾ പരിശുദ്ധ റൂഹായെ വിളിച്ച് അപേക്ഷിച്ച് നാം ഓരോരുത്തരുമാണ് യഥാർത്ഥ ദേവാലയം എന്ന് നമ്മൾ സമർത്ഥിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യം. ഞാൻ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, ഈ ദേശത്തെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകത. 2, ഈ ദേവാലയത്തെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകത. 3, ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷത്തെക്കുറിച്ച് 2 മിനിറ്റ്സ് മാത്രമേ എനിക്കതിൽ സംസാരിക്കാൻ സമയമുള്ളൂ. അങ്ങനെ ഈ 3 കാര്യങ്ങൾ പറയാൻ പരിശ്രമിച്ചത് എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. നിങ്ങളുടെ വലിയൊരു പരിശ്രമമാണ് ഇവിടെ ഇന്ന് പൂർത്തിയായത്. വിശ്വാസികളുടെ സഹകരണവും പ്രാർത്ഥനയും കൂട്ടുപണിയും സിസ്റ്റേഴ്സിൻ്റെ ഇടപെടലുമെല്ലാം ഞാനിവിടെ കണ്ടുകൊണ്ടാണിരുന്നത്. ഈ ഇടവകയിൽ CST അച്ഛന്മാരുണ്ട്, നസ്രത്ത് സന്യാസിനികളുണ്ട്, SH സന്യാസിനികളുണ്ട്. അങ്ങനെ സമർപ്പിതരെ കൊണ്ടും നല്ല അൽമായരെ കൊണ്ടും സമ്പന്നമായ ഒരു സ്ഥലമാണിത്. നമ്മുടെ പ്രിയപ്പെട്ട വിയാരിച്ചനെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല പ്രാർത്ഥനയും നല്ല പെരുമാറ്റവും നല്ല നിലപാടുകളുമാണ് ഇവിടെ ഈ ദേവാലയം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അദ്ദേഹം തക്ക സമയത്ത് തീരുമാനങ്ങളെടുക്കുന്ന ആളാണ്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയിൽ സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അദ്ദേഹം തീരുമാനം എടുത്തിരിക്കും. അതുതന്നെയാണ് അച്ഛൻ്റെ അജപാലന ശുശ്രൂഷയുടെ മികവ് എന്ന് ഞാൻ കരുതുകയാണ്. സമർത്ഥനായ ഒരു അച്ഛനാണ് അദ്ദേഹം. അദ്ദേഹം പോർട്ടുഗലിൽ വികാരിയായിരുന്നു. പോർച്ചുഗീസ് ഭാഷ നന്നായിട്ടറിയാം. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള കേറ്ററിംഗ് കോളേജ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജിൻ്റെ ഡയറക്ടറായിരുന്നു ചുണ്ടച്ചേരിയിൽ. വലിയ വികസനങ്ങൾ, പരിവർത്തനങ്ങളെല്ലാം ആ നാളുകളിലാണ് ഉണ്ടായത്. അച്ഛനിപ്പോൾ ഇവിടെ വികാരിത്വം ഏറ്റെടുക്കുമ്പോൾ ക്ലേശകരമായ പല സാഹചര്യങ്ങളും സംവിധാനങ്ങളുമെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം അച്ഛൻ പ്രാർത്ഥിച്ച് നേരിട്ടു. പ്രയാസങ്ങളുണ്ടായ അവസരത്തിലൊക്കെ ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ സാരമില്ല, ദൈവം കൂടെയുണ്ട്, അച്ഛൻ വഴി ഈ പള്ളി മനോഹരമായിട്ട് പൂർത്തിയാക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് അച്ഛനോട് ഞാൻ നിരവധി തവണ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചും നല്ല തീരുമാനങ്ങളെടുത്തും പരിശുദ്ധമായ ജീവിതം നയിച്ചുമാണ് ഈ ദേവാലയം അച്ഛൻ പൂർത്തിയാക്കിയത്. അച്ഛൻ്റെ കൂട്ടത്തിൽ നിരന്തരമായിട്ടുണ്ടായിരുന്ന ജോസിയേട്ടൻ ഞാറുകുളം, KC മാത്യു കുറ്റിയാങ്കൽ, പ്രസാദ് പേരേക്കാട്ട്, ജോജോ, അതുപോലെ PJ സെബാസ്റ്റ്യൻ കാരന്മാർ, ഇവരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരെപ്പോഴും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതുപോലെ ദേവാലയ ശുശ്രൂഷയും അക്കൗണ്ടൻറ്റും പ്രത്യേകിച്ച് നമ്മുടെ സമർപ്പിതരായ അച്ഛന്മാരും വൈദികരുമെല്ലാം. അങ്ങനെ വലിയൊരു കൂട്ടായ്മയിൽ നമുക്ക് ഈ ദേവാലയം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ വലിയ പിതാവിൻ്റെയും അങ്ങാടിത്തെ പിതാവിൻ്റെയും സാന്നിധ്യം നമുക്ക് വലിയ പ്രോത്സാഹനമാണ്. പിതാവ് അല്പം അനാരോഗ്യമുണ്ടെങ്കിലും വലിയ പിതാവ് സന്തോഷമായിട്ട് ഇവിടെ വന്ന് ഈ പള്ളി നമുക്കിതിനകത്ത് കയറാൻ അനുവാദം തന്നത് വലിയ പിതാവാണ്. പുറമേയുള്ള കൽക്കുരിശും കൊടിമരവും എല്ലാം വാഴ്ത്തിയതും. അങ്ങനെ പിതാവിൻ്റെ സാന്നിധ്യം നമുക്കേറെ സന്തോഷകരമാണ്. അതുപോലെ തന്നെയാണ് അങ്ങാടിത്തെ പിതാവും വലിയ പിതാവാണ് നമ്മളുടെ സ്വന്തം. അങ്ങനെ അവരുടെ 2 പേരുടെയും സാന്നിധ്യത്തിൽ ഈ ദേവാലയം കൂദാശ ചെയ്യുമ്പോൾ അത് ആത്മീയമായിട്ടുള്ള വളർച്ചയുടെ ഒരു നിർണായകമായ ദിവസം കൂടിയാണ് നമുക്കെല്ലാവർക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ ഓർക്കുന്നു, നിങ്ങളെ അനുമോദിക്കുന്നു. നിങ്ങളുടെ കൂട്ടായ്മയെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഈ ദേശത്തുള്ള ഇതര മതസ്ഥരോടും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും അടുപ്പവും, അവരിൽ ചിലരെല്ലാം ഈ പ്രദേശത്തുണ്ട്, എനിക്ക് പരിചയമുള്ള പലരുമുണ്ട് ഇവിടെ. അവരുടെ ആ സാന്നിധ്യം തന്നെ നമുക്ക് വലിയ
പ്രോത്സാഹനമാണ്. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും മാർ തോമാ ശ്ലീഹായ്ക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.